പ്രിയമുള്ളവരെ, ഇന്ന് പെസഹ വ്യാഴാഴ്ച. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെയും പഴയ നിയമ പെസഹായുടെ പൂർണ്ണതയായ പുതിയ നിയമത്തിലെ പെസഹായുടെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും പുതിയ കൽപ്പന നൽകിയതിൻ്റെയും ഒക്കെ അനുസ്മരണങ്ങൾ നടക്കുന്ന ദിവസമാണ്. ഇവിടെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ കാലങ്ങളിലൊക്കെയും പള്ളികളിൽ ഓസ്തി ഉണ്ടാക്കിയിരുന്നത് കപ്പ്യാർമാരാണ്. വലിയ ഓസ്തി ഉണ്ടാകും, അത് എന്നിട്ട് ചെറിയ ചെറിയ ഓസ്തികളായിട്ട് മുറിച്ച് എടുക്കുമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. കപ്പ്യാരുടെ കൊച്ചുമകൻ കപ്പ്യാരുടെ കൂടെ ഈ ഓസ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓസ്തി ഇങ്ങനെ ചെറുതാക്കി പാത്രത്തിൽ അടക്കി വെച്ചപ്പോൾ ഈ മകൻ ഇങ്ങനെ നോക്കി നിൽക്കുകയായി. കൊച്ചുമകൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഓസ്തി വളരെ ഭവ്യതയോടുകൂടി എടുത്ത് അവൻ ഈശോ എന്ന് പറഞ്ഞ് ഓസ്തിയെ ചുംബിക്കുകയാണ്. അപ്പോൾ കപ്പ്യാര് പറഞ്ഞ, മോനെ, ഇത് ഈശോയായിട്ടില്ല, വിശുദ്ധ കുർബാനയിൽ വെച്ചാലേ ഈശോയാവുള്ളൂ. കൊച്ചു ചോദിച്ചു, വിശുദ്ധ കുർബാനയിൽ ഈ അപ്പം ഈശോയാവുമോ? അപ്പോൾ കപ്പ്യാര് പറഞ്ഞു, ആകും. അവനൊരു നിമിഷം നിന്നിട്ട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ ഉമ്മ വെച്ച് ഇട്ട ആ ഓസ്തി അതും ഈശോയാകുമോ? ഉമ്മയും ഈശോയാകുമോ? ചുംബനം ഈശോയാകുമോ? ഉമ്മ ഈശോയാകുമോ എന്നാ കൊച്ചു ചോദിക്കണേ. കൊച്ചു കുഞ്ഞിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ കപ്പ്യാർക്ക് ഉത്തരം ഉണ്ടായില്ല. പ്രിയമുള്ളവരെ, ഈശോയായി മാറുക, അപ്പവും വീഞ്ഞും ഈശോയായിട്ട് മാറുകയില്ല. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ വിശപ്പ് മാറി. വിശപ്പ് മാറിയ പശ്ചാത്തലത്തിൽ ഈശോ അവരോട് പറയുകയാണ്, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. അവർക്കത് പിടികിട്ടി, നശ്വരമായ അപ്പം ഏതാണ് എന്ന്. കാരണം അവർ ഭക്ഷണം കഴിച്ചതാണ്. അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. നമ്മളൊക്കെയും അധ്വാനിക്കുന്നവരാണ്. അധ്വാനിക്കാത്ത മനുഷ്യർ ഉണ്ടെന്ന് നമ്മളൊക്കെ വ്യാഖ്യാനിച്ചാലും ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ അവരവരുടെ ചിന്താഗതിയിൽ കഷ്ടപ്പെടുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്. മറ്റൊരാളുടെ കണ്ണിൽ അവർ അധ്വാനിക്കുന്നില്ലെന്ന് തോന്നിയാൽ അവനവൻ്റെ കണ്ണിൽ എല്ലാവരും അധ്വാനികളാണ്. ഞാൻ ഒട്ടേറെ കഷ്ടപ്പെട്ടിട്ടാണ്, ഞാൻ വിഷമിച്ചിട്ടാണ്, ബുദ്ധിമുട്ടിയാണ്, അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. അധ്വാനിക്കുന്നത് ശരിയാണ്, പക്ഷേ എന്തിനു വേണ്ടിയാണ്? നശ്വരമായ അപ്പത്തിന് വേണ്ടിയോ അനശ്വരമായ അപ്പത്തിന് വേണ്ടിയോ? നമ്മുടെ അധ്വാനം അനശ്വരമായ അപ്പത്തിന് വേണ്ടിയാകണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒടുവിലത്തെ അത്താഴവേളയിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി പാനം ചെയ്യും. ഇത് എൻ്റെ ശരീരത്തിന് പകരമാണെന്നല്ല, ഇതെൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ് എന്നല്ല, ഇതെൻ്റെ ശരീരം തന്നെയാണ് എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാറ്റം വരികയും ഒരു പ്രണയിക്കുന്ന യുവാവ് തൻ്റെ പ്രേമഭാജനമായ സ്ത്രീയോട് ഇതെൻ്റെ സ്നേഹമാണ് എന്ന് പറഞ്ഞ് ഒരു പൂവ് കൊടുക്കുമ്പോൾ ആ പൂവിൻ്റെ വില എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ വില തന്നെയാണ്. അങ്ങനെയെങ്കിൽ
അവൻ്റെ സ്വന്തമല്ലാത്ത, അവനുണ്ടാക്കാത്ത ഒരു പൂവ്, അവനൊരു അധികാരമില്ലാത്തൊരു പൂവ് സ്നേഹത്തിൻ്റെ അടയാളമായി കൊടുക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഉടയവൻ പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കഴിക്കുക. വെറുതെ പ്രതീകമല്ലത്, വെറുതെ ഒരു ഒരു പ്രതീകാത്മകതയല്ല ഇതിൻ്റെ അകത്തുള്ളത്, മറിച്ച് ഇത് ശരീരം തന്നെയാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുക്കുമ്പോൾ ആ ഭർത്താവ് പറയാതെ പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ രക്തമാണ്. ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ കാരണന്മാർ പറയല്ല, എൻ്റെ വേർപ്പാണിതെന്ന്, എൻ്റെ വേർപ്പാണിതെന്ന്. വേർപ്പല്ലത്, കർത്താവിൻ്റെ വേർപ്പല്ലത്, കർത്താവിൻ്റെ ശരീരമാണ്. ഇതിന് കുറെ കൂടി ആഴമായ അർത്ഥങ്ങളും ധ്വനികളും ഒക്കെ ഉണ്ട്. ആ ആഴങ്ങൾ, അർത്ഥങ്ങൾ ഒക്കെ നമ്മൾ ഏറെ മനനം ചെയ്ത് എടുക്കേണ്ടതാണ്, ഏറെ ധ്യാനിച്ച് എടുക്കേണ്ടതാണ്. ഇവിടെ ഈ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളാക്കി മാറുകയാണ്. സത്യത്തിൽ ഇതൊരു സത്താമാറ്റം എന്നാണ് വിശേഷിക്കുന്നത്. അതിൻ്റെ ഗൗരവത്തിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. എന്നാൽ പോലും ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. നേരത്തെ കുഞ്ഞ് സൂചിപ്പിച്ചതുപോലെ ഈ ഉമ്മയും ഈശോയാകുക, ഈ ചുംബനവും ഈശോയാകുക. മാറ്റമുണ്ടാകണം, മാറ്റമാണ് ആവശ്യം. ഈ മാറ്റമുണ്ട് എന്ന് പറയുന്നത്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറയുന്നത് ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥമെന്ത്, ഇതെന്തിനു സൃഷ്ടിച്ചു, ഇതെന്തിനു വേണ്ടി നിലനിൽക്കുന്നു, ഇതിൻ്റെ ഗുണമെന്ത് എന്ന് നിയന്ത്രിച്ചവൻ, ഉണ്ടാക്കിയവൻ, സൃഷ്ടികർത്താവ് പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ്. അത് പറയാൻ അവനെ അധികാരമുണ്ട്, എനിക്ക് പറയാൻ അധികാരമില്ല. ഒരു മേശ ഉണ്ടാക്കുന്നവൻ അതിൻ്റെ ഉടമസ്ഥനാണ് തീരുമാനിക്കുന്നത് മേശയായിട്ട് ഉപയോഗിക്കണോ അതോ സ്റ്റൂളായിട്ട് ഉപയോഗിക്കണോ എന്ന്. പ്രിയമുള്ളവരെ, ഉടമസ്ഥനാണ് പറയുക. നമ്മുടെ ഭാരതത്തിൽ ഒരു തുണ്ട് കഷ്ണം പേപ്പറിൽ റിസർവ് ബാങ്കിൻ്റെ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രിന്റിങ് നടത്തുകയും അതിൻ്റെ അടിയിൽ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിടുകയും ചെയ്തു കഴിയുമ്പോൾ ആ ഒപ്പിടുന്നതിന് മുകളിൽ ഒരു വാക്ക്, സെന്റൻസ് ഉണ്ട്, വായിക്കുന്നത് നല്ലതാണ്. ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് 100 ആണെങ്കിൽ 100, 100, 50 ആണെങ്കിൽ 50. ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് 100 rupees, 100 ആണെങ്കിൽ. ഇത് വഹിക്കുന്നവന് ഞാൻ 100 രൂപ തന്നുകൊള്ളാം എന്ന റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പിന്മേലാണ് ആ പേപ്പറിന് 100 രൂപ വഴിയായി. പ്രിയമുള്ളവരെ, അതിനതിന് അയാൾക്ക് അധികാരമുണ്ട്. ഞാനത് എഴുതി ഒപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിന് 100 രൂപയുടെ ഇതൊന്നും കിട്ടില്ല. അപ്പോൾ അധികാരമുള്ളവനാണ് പറയുന്നത് ഇതിന്നതാണ്. ഒരു കഷ്ണം പേപ്പറിനെ 2000 രൂപയുടെയോ 100 രൂപയുടെയോ 500 രൂപയുടെയോ 50 രൂപയുടെയോ 200 രൂപയുടെയോ ഒക്കെ നോട്ടാക്കാനായിട്ടുള്ള അധികാരം ഭാരതത്തിലെ റിസർവ് ബാങ്ക് ഗവർണർക്കുണ്ടായാൽ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് ഈ ഗോതമ്പത്തെ തൻ്റെ ശരീരമാക്കി മാറ്റാനായിട്ട്, ഈ വീഞ്ഞിനെ തൻ്റെ രക്തമാക്കി മാറ്റാനായിട്ട് അധികാരമുണ്ട്. ആ അധികാരിയാണ് പറയുന്നത്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന്. ഇതിൻ്റെ അകത്തൊരു സത്താമാറ്റം ഉണ്ടാകാം, കാമ്പിന് മാറ്റമുണ്ടാകാം, സത്തയിൽ മാറ്റമുണ്ടാകാം. എങ്ങനെയാ സത്തയിൽ മാറ്റം വരിക? പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 19 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയുക. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. 19-ാമത്തെ വാക്യം, അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, വിദ്വേഷം, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു.
ഇതാണ് ശരീരത്തിൻ്റെ അവസ്ഥ. ഇത് ശരീരത്തിൻ്റെ ആത്മാവാണ്. ഈ ശാരീരികമായ ഭൗതികമായ സത്ത ആണ് മാറേണ്ടത്. ആ സത്ത എന്തിലേക്ക് മാറണം? പൗലോസ് പുസ്തകം തുറന്ന് പറയുകയാണ്, 22-ാമത്തെ വാക്യം. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയിലേക്ക് മാറണം. ആദ്യം പറഞ്ഞ തിന്മകളുടെ ഭാവങ്ങളിൽ നിന്ന് സത്താപരമായി ഒരു മാറ്റം നന്മയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മാറണം എന്നർത്ഥം. ഈ മാറ്റം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ആകത്തുക മാറ്റമാണ്. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കന്മാരുടെ കഥ തുടങ്ങി ഇങ്ങോട്ട് വെളിപാടിൻ്റെ പുസ്തകം വരെയുള്ള സകലയിടത്തും മാറാനായിട്ടുള്ള ആവശ്യമാണ്. പ്രവാചകന്മാരൊക്കെ തീക്ഷ്ണമായിട്ട് പറഞ്ഞതുണ്ട്, മാറാൻ തന്നെയാണ്. സ്നാപയോഹന്നാൻ വഴിയൊരുക്കിയപ്പോൾ എന്താ പറഞ്ഞു? മാറാൻ തന്നെയാണ് പറഞ്ഞത്. ക്രിസ്തു പറഞ്ഞത് എന്താ? സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചതെന്താ? മാറാൻ തന്നെയാണ്. മാറാൻ ആവശ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന സത്തയിൽ മാറ്റം വരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ഓരോ ക്രിസ്ത്യാനിയുടെയും സത്തയിൽ മാറ്റം വരണം. കാഴ്ചയിൽ മനുഷ്യനെ പോലെയാണ് മറ്റെല്ലാ മനുഷ്യരും, മറ്റു വിജാതിയും നമ്മളൊക്കെ തമ്മിൽ ഒരു മാറ്റവുമില്ലെങ്കിൽ സത്താപരമായ മാറ്റം ഉണ്ടാകണം. ആ സത്താപരമായ മാറ്റമാണ് നേരത്തെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കണ്ടത്. ആകൃതിയിലും പ്രകൃതിയിലും ഒക്കെ ആണെങ്കിലും ദൈവത്വത്തിലേക്ക്, സത്തയിലേക്ക് ഒരു മാറ്റം ഉണ്ടാകണം. സത്യത്തിൽ ബൈബിളിൻ്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ മാറാൻ മടിക്കുന്നതും മരിക്കാനുള്ള മനസ്സമ്മതമാണെന്നാണ് പറയുന്നത്. മാറാൻ മടിക്കുന്നത് മരിക്കാനുള്ള മനസ്സമ്മതമാണ്. എവിടെയെങ്കിലും മാറ്റത്തിന് മടിയുണ്ടോ, അത് അവിടെ മരണം സംഭവിച്ചു. ചലനമറ്റുമല്ലോ, ചലനമറ്റതല്ലേ മാറാത്തത്. ചത്തതാണ് മാറാത്തത്. ജീവനുള്ളതൊക്കെ മാറിക്കൊണ്ടിരിക്കുക. മാറ്റത്തിന് വിധേയമാകണം എന്നാണ് വിശുദ്ധ കുർബാന നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. യേശുവിനെ കണ്ടവരൊക്കെ മാറിയവരാണ്. നമുക്കറിയാം, സഖ്യവൂസ് മാറിയില്ലേ, സമരയാക്കാരി സ്ത്രീ മാറിയില്ലേ, നല്ല കള്ളൻ മാറിയില്ലേ, മക്തല്ല മറിയം മാറിയില്ലേ, ഇങ്ങനെ എല്ലാവരും മാറുകയില്ല. യേശുവിനെ കണ്ട് പോയവരൊക്കെയും മാറ്റത്തിന് വിധേയരായത്. ഈ പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഈ അപ്പത്തെയും ഇന്നിനെയും അവൻ തൻ്റെ ശരീരരക്തങ്ങളാക്കി മാറ്റിയെങ്കിൽ അത് സ്വീകരിക്കുന്ന ഞാനും മാറേണ്ടിയിരിക്കുന്നു, മാറ്റത്തിന് വിധേയമാകേണ്ടിയിരിക്കുന്നു. മാറാൻ മടിച്ചാൽ അത് ക്രിസ്ത്യാനിയുടെ മരണമാണ്. ക്രിസ്ത്യാനി മാറാൻ തയ്യാറാകണം. അപ്പോഴാണ് അവൻ കുർബാനയായി മാറുന്നത്. കുർബാനയാവുക എന്നത് മാറ്റത്തിനുള്ള ആഹ്വാനമാണ്. കുർബാനയാവുക. നമ്മൾ ഓരോരുത്തരും ഈ പെസഹ വ്യാഴാഴ്ചയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ കർത്താവിനിലേക്ക് മാറാൻ, ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് മാറാൻ, നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് മാറാൻ, മാറ്റത്തിന് വിധേയമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും പെസഹ വ്യാഴാഴ്ചയുടെ എല്ലാ പ്രാർത്ഥന